കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 2 പേർ മരിച്ചു. കിനാലൂർ സ്വദേശി അശോകൻ, കൂട്ടാലിട സ്വദേശി റനീഷ് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ നൽകാൻ ജോഷ്ല ചേരുന്നു. കോഴിക്കോട് നിന്ന് ജോഷ്ല, മരിച്ചവരെ തിരിച്ചറിഞ്ഞു. 2 പേരും മലയാളികളാണ്. എവിടെയുള്ള ആളുകളാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? അഞ്ജന, 2 മലയാളികളാണ് മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഹോട്ടലിന് മുന്നിലാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ഇരിങ്ങാടൻ പള്ളി അടുത്തുള്ള റോഡിൽ ആണ് അമ്മാസ് കിച്ചൺ എന്ന് പറയുന്ന അമ്മാസ് റെസ്റ്റോറൻറ്റിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് നടത്തിപ്പുകാർ ഉടമസ്ഥന് കൈമാറാനിരിക്കെ ആ സമയത്ത് മാലിന്യ ടാങ്ക് അടക്കം വൃത്തിയാക്കിയിട്ട് കൈമാറാനിരിക്കെയാണ് സംഭവം നടന്നത്. മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനായി 2 പേർ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. ഒരാൾ ഏകദേശം 4:15 ഒരാൾ ടാങ്കിലേക്ക് ഇറങ്ങി. അയാൾ ഉടനെ തന്നെ ബോധരഹിതനായി. അടുത്തയാളും രണ്ടാമത്തെ ആളും അയാളുടെ പിന്നാലെ ഇറങ്ങുകയായിരുന്നു. 2 പേരും ബോധരഹിതരായി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഈ സംഭവം പുറത്തറിയിച്ചത്. അപ്പോൾ തന്നെ വെള്ളിമാട് കുന്നുള്ള ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ വഴിമധ്യേ തന്നെ മരിക്കുകയായിരുന്നു. ഇതിനടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ ഇവർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ഇവരുടെ 2 പേരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അഞ്ജന, ജോഷ്ല, ഇത് കുറേ ദിവസമായി അടച്ചിട്ടിരുന്ന ഹോട്ടലാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഈ ഇറങ്ങിയ ആളുകൾ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഈ 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ഇറങ്ങിയ ആൾ ശ്വാസം തടസ്സം നേരിട്ടു. അതിനുശേഷം രണ്ടാമത്തെ ആൾ ഇതിന് പിന്നാലെ ഇറങ്ങിയതാണെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പേര് സംഘത്തിലുണ്ടായിരുന്നോ? അടച്ചിട്ട ഹോട്ടലാണ്. കുറേ ദിവസങ്ങളായി അടച്ചിട്ട ഹോട്ടലാണ്. ഇനി കൈമാറാൻ പോവുകയാണ്. അതായത് ഇതുവരെ ഹോട്ടൽ നടത്തിയിരുന്ന ആൾ ഈ ഹോട്ടലിലെ ഉടമയ്ക്ക് ഇത് കൈമാറാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇതൊക്കെ തന്നെ വൃത്തിയാക്കിയിട്ട് വേണം കൈമാറാൻ. അതുകൊണ്ട് തന്നെയാണ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയിട്ട് കൈമാറാനിരിക്കെയാണ് സംഭവം നടന്നിട്ടുള്ളത്. 2 പേരാണ് മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങിയത് എന്നാണ് അറിയുന്നത്. ആ സമയത്ത് മറ്റുള്ളവർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 2 പേരും ഉടൻ തന്നെ ബോധരഹിതരാവുകയും അപ്പോൾ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും എന്നാൽ വഴിമധ്യേ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ 10 അടി താഴ്ചയുള്ള മാലിന്യ ടാങ്കാണ്. ഇത് 2 അടി താഴ്ചയോളം 2 അടി ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ ഈ ഒരു മാലിന്യ ടാങ്കിലാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മാലിന്യ ടാങ്കിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ നിന്നും പുറത്തേക്ക് ഒരുപക്ഷെ വന്ന ശരി, ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോവൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അടച്ചിട്ട ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 2 തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോഷ്ല.